ഇങ്ങനെയാണ് തേനീച്ച തേൻ ഓടിക്കുന്നത്. ഇന്നത്തെ പരിപാടി ഒരു സാക്കുറ ഹണ്ടിങ് ആണ്. നേരെ പോയത് ടോക്കിയോയിലേക്കാണ്. അപ്പൊ അങ്ങനെ ടോക്കിയോയിലെത്തി. ഇതാണ് ടോക്കിയോ സ്റ്റേഷൻ. പുറമേ നോക്കുമ്പോൾ നമ്മൾ ചെന്നൈ സെൻട്രൽ പോലെയുണ്ട് ഈ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള സിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നി. കാണുമ്പോൾ നമുക്കൊരു വലിയൊരു ബിഗ് വേൾഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്സും കൺസ്ട്രക്ഷൻസ് ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോൾ പോകാൻ പോകുന്ന ലൊക്കേഷൻ ഇംപീരിയൽ പാലസിന്റെ ഈസ്റ്റ് ഗാർഡൻസിലേക്കാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണ് ഈ വഡാക്കുറ ഫൗണ്ടൈൻ പാർക്കുകൾ. 1961 ഇവിടുത്തെ എംപറർ ആയിട്ടുള്ള അക്കിഹിതോന്റെ വെഡ്ഡിങ് ഇവന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർക്ക് ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. കംപ്ലീറ്റ് മിനിമലിസ്റ്റിക് തീമിലാണ് ഈ കംപ്ലീറ്റ് പാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഫൗണ്ടൈൻ കോൺസ്റ്റന്റ് അല്ല, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാറ്റേൺ വൈസ് മാറിക്കൊണ്ടിരിക്കും. ഇന്നലേക്ക് നല്ല മഴയുള്ളതുകൊണ്ട് മഴയെല്ലാം മാറി ചെറുതായിട്ട് വെയിൽ വരുന്ന സമയമായതുകൊണ്ട് നല്ല വെതറായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. ഇത് പാലസിന്റെ ചെറിയൊരു ഭാഗമാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലസ് കാണാൻ പോക്കല്ലോ, സാക്കുറ കാണില്ലെന്നല്ലോ. അതുകൊണ്ട് നേരെ ഈസ്റ്റ് ഗാർഡൻസിലേക്ക് വിട്ടു. ഞാൻ ഈ സാക്കുറ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാത്തതായിട്ട് നമ്മൾ ഈ പറയുന്ന ചെറി ബ്ലോസ് എന്ന് പറയുന്ന സാധനമാണ് ഇവിടുത്തെ സാക്കുറ. അങ്ങനെ ഈസ്റ്റ് ഗാർഡൻസിന്റെ കവാടത്തിൻ്റെ ഉള്ളിൽ കയറി ഒരു മാപ്പ് എടുത്ത് നമ്മളങ്ങനെ ഉള്ളിലേക്ക് നടന്നു. അങ്ങനെ ഫസ്റ്റ് സാക്കുറ മരം കണ്ടു. ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള ട്രീസ് ഒക്കെ ഉണ്ട്. ഈ കാണുന്ന ഇതാണ് നമ്മളെ മാപ്പിൾസ്. ഇങ്ങനെ പച്ച നിറത്തിൽ കാണുന്ന ആദ്യമായിട്ടാണ്. ഇതിന്റെ റെഡ് കളർ ആയിട്ടുള്ള ഫോട്ടോസ് മാത്രമേ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ശരിക്കും ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. കാരണം അത്രയും പ്ലാൻഡ് ആയിട്ടാണ് ഓരോന്നും ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയിൽ ആസ്വദിച്ച് മുന്നോട്ടേക്ക് നടന്ന് നമ്മൾ ആ സാക്കുറ അല്ലെങ്കിൽ ചെറിയ ബ്ലോസം ട്രീൻ്റെ അടുത്തേക്ക് എത്താൻ തുടങ്ങി. ഇവിടെ എത്തുമ്പോഴേക്ക് എല്ലാ ട്രീസും നല്ലോണം പൂത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത് മുന്നേ കണ്ടിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയധികം പൂത്ത് നിൽക്കുന്ന ഇത്രയും ട്രീസ് ഒരുമിച്ചൊന്നും ഞാൻ ഇതുവരെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടിട്ടില്ല. മാർച്ച് ലാസ്റ്റ് വീക്ക് തൊട്ടിട്ട് ഏപ്രിൽ ഏകദേശം ഏപ്രിൽ ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ പറയാം. അത്ര വരെ മാത്രമേ നമുക്ക് ഈ ഒരു ചെറിയ ബ്ലോസം കാണാൻ വേണ്ടി പറ്റൂ. ഈ ചെറിയ ബ്ലോസ് സീസണിൽ ജപ്പാൻകാരൻ എന്താ ചെയ്യുമെന്നറിയോ? ഒരു ക്യാന് ബിയറും വാങ്ങിയിട്ട് അതും കുടിച്ചുകൊണ്ട് ഈ ചെറിയ ബ്ലോസിൻ്റെ ഫ്ലവറിങ്ങിന് വീന്നി നോക്കി നടക്കും. അപ്പോഴാണ് ഈ വൈറ്റ് വെറൈറ്റി ഫ്ലവറിൻ്റെ അകത്തുനിന്നൊരു വണ്ട് തേൻ കുടിക്കുന്നുണ്ട്. ഇത് ഇത്രയും ക്ലോസ് ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ്. അങ്ങനെ ഹണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഉച്ചയായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ അടുത്തുള്ള സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി. അങ്ങനെ പെർഫെക്റ്റ് സിറ്റി വ്യൂസ് ഒക്കെ ഉണ്ട്. നടന്ന് നേരെ ദക്ഷിൺ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഇനി 2-3 ലൊക്കേഷനിലേക്ക് പോകാനുള്ളതുകൊണ്ട് സമയം കളയാണ്ട് നേരെ മീൽസ് വെച്ച് പിടിച്ചു. പറയാതിരിക്കാൻ വയ്യ, ഇവിടുത്തെ ആംബിയൻസ് ഉള്ളായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇവിടുത്തെ കോസ്റ്റും നല്ല ഹൈ ആയിരുന്നു. ആദ്യമായിട്ടാണ് സൗത്ത് ഇന്ത്യൻ മീൽസിൻ്റെ ഇവിടെ ഓയിസ്റ്ററിൻ്റെ കറി കിട്ടുന്നത്. ഇവരെ കുറ്റം പറയാനും പറ്റില്ല, കാരണം ഇവിടെ ജാപ്പനീസുകാരും വരുന്നതാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി മീൽസ് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് എല്ലാം കൂട്ടിയും കഴിച്ചു. നമ്മൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഉയനോ പാർക്കാണ്. ചെറിയ ബ്ലോസം കാണാൻ പറ്റുള്ള ഒരു ഫേമസ് ലൊക്കേഷനാണ് ഈ പറയുന്ന ഉയനോ. ഇവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ ക്രൗഡ്, എങ്ങോട്ട് തിരിഞ്ഞാലും ആൾക്കാർ. യൂഷ്വലി ഇവിടെ ക്രൗഡാന്ന് അറിയായിരുന്നു. ഇവിടുത്തെ പോണ്ടിൽ കുറച്ച് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ നേരിട്ടാവുന്നത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ ക്യൂ കണ്ടപ്പോൾ തന്നെ നമ്മളത് വേണ്ടെന്ന് വെച്ചു. എന്നേരാണ് ഈ ഗ്രേറ്റ് കോർമർ എന്നെ കണ്ടത്. ഇതൊരു വാട്ടർ ബേർഡാണ്. ആൾക്കാരെ കണ്ടിട്ട് നേരെ പറന്നു പോയിട്ട് ആ കൊമ്പിനോടിരുന്നു. നോക്കുമ്പോൾ അത് പൊട്ടിപ്പോയി. പിന്നെ ആൾക്കാർ മുമ്പിൽ നാണം കണ്ടാലോ നേരിച്ചിട്ട് ഓടാ ഓട്ടം. ബോട്ടിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ആൾക്കാരിങ്ങനെ ബോട്ട് വഴിയും പിന്നെ ബേർഡ്സിനെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കുറേ സമയം അവിടെ തന്നെ നിന്ന്. അങ്ങനെ നമ്മൾ ഉയനോ ഷ്രൈൻ്റെ അടുക്ക് എത്തി. ഇവിടെ എത്തിയാലും പിന്നെ ഷ്രൈൻ കണ്ടതല്ലേ, അപ്പോൾ പിന്നെ ഒരു അഗർബത്തിയും കത്തിച്ച് അവിടെ വെച്ച്. ഇന്നേരം ഷ്രൈൻ്റെ മുമ്പിൽ ഈ ഒരു ബെല്ല് കണ്ടത്. ഇത് കണ്ടപ്പോൾ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാൻ തോന്നി. ഇന്നേരെ ഫ്രൂട്ട് ക്യാൻഡി കണ്ടത്. കണ്ടപ്പോൾ അതും വാങ്ങിക്കുന്നതെന്ന് തോന്നി. ആക്കുറ ടൈമിൽ ഉയനോ ഫെസ്റ്റ് നടക്കും. അപ്പോൾ ഇവിടെയും ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു സാധനത്തിനുള്ള വൈറ്റിൽ ജാപ്പനീസിൽ എഴുതിയിട്ടുള്ളത് സ്പോൺസേഴ്സിൻ്റെ നെയിമാണ് ഇപ്പോൾ മനസ്സിലായത്. അങ്ങനെ നമ്മൾ തേർഡ് ലൊക്കേഷൻ എത്തി, സുമിത റിവർ. ഇതും സാക്കുറ കാണാൻ പറ്റിയ തേർഡ് ബെസ്റ്റ് ലൊക്കേഷൻ എന്ന് വേണം പറയാം. ഇവിടെ നോക്കിയാൽ നമ്മൾ ടോക്കിയോ സ്കൈ ട്രീയും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നേരെ അപ്പുറത്തെ കരക്ക് എന്തോ ഒരു സൗണ്ട് കേട്ടത്. അതെന്നാ നോക്കാൻ വേണ്ടിയിട്ട് നേരെ റിവർ കിടക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്കുള്ള വിഷ്വൽസിലും ഭയങ്കര അടിപൊളി എന്ന് തന്നെ വേണം പറയാം. ഈ ഗ്ലാസിൻ്റെ മുകളിലോട്ട് നടക്കാൻ ചെറിയ പേടിയുണ്ടായി, കാരണം താഴെ റിവറാണ്. അങ്ങനെ റിവറിൻ്റെ അപ്പുറത്ത് സുമിത പാർക്കിലെത്തി. ഇവിടെയാണ് ഇവൻ്റ് നടക്കുന്നത്. ഇതാണ് ജാപ്പനീസ് ട്രഡീഷണൽ തൈക്കോ ഡ്രമ്മിങ്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലിയാണ് അവിടെ പാർക്കിൽ പിക്നിക്കിന് വേണ്ടി പോകുന്നത്. ഇതൊന്നും ഞാനിതുവരെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മുടെ ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോഴത്തേക്ക് ചെറുതായ വിശന്നുകൊണ്ട് പൊട്ടറ്റോ ചിപ്സും വാങ്ങി കഴിച്ചിട്ട് നമ്മൾ പിന്നെയും മുന്നോട്ടേക്ക് നടന്നു. കണ്ട ആർട്ടിഫിഷ്യലും തോന്നിപ്പിക്കുന്ന ഒട്ടും ആർട്ടിഫിഷ്യലാത്തൊരു ചെടിയാണിത്. നേരെ ഇരുട്ടി തുടങ്ങി. ഈ നേരമായ സമയത്ത് ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈറ്റിംഗ് കാണാൻ വേണ്ടിയിട്ടാണ്. സാക്കുറ സീസൺ ടൈമിൽ സുമിത റിവറിൻ്റെ സൈഡിലുള്ള സാക്കുറ ട്രീസിലൊക്കെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യും. ഇതിൻ്റെ കൂടെ തോരണങ്ങളൊക്കെ ഉണ്ടാവും. അതുകൂടാണ്ട് നമ്മുടെ ടോക്കിയോ സ്കൈ ട്രീയും ലൈറ്റഡ് ആയിരിക്കും. ഇതിൻ്റെയൊക്കെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത വേർഷൻ വേറെ ആയിരുന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം കൊള്ളാമെന്നുള്ള രീതിയിൽ കുറച്ച് സാക്കുറ ലൈറ്റഡ് ആയിട്ടൊക്കെ കാണാൻ പറ്റി. നമ്മൾ ഗൂഗിളിൽ കണ്ട ഇമേജ് ചെയ്യാൻ തോന്നുന്നു. കാരണം സാക്കുറ ട്രീസിലേക്ക് അധികം ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യില്ല. കാരണം ലൈറ്റ് പിങ്ക് കളറിലേക്ക് അധികം സ്ട്രോങ് ആയിട്ടുള്ള കളർ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലവറിൻ്റെ ഭംഗി അതിന് ഇല്ലാണ്ടായിപ്പോൾ. പക്ഷെ എന്ത് പറഞ്ഞാൽ റിവർ സൈഡും വ്യൂസ് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു.
ഇനി ഒന്നുകൂടെ സ്കൈ ഡ്രൈവ് ടാറ്റ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇക്കളുടെ സാക്കുറ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇയർ, അപ്പോഴേക്കും ബൈ.